അപ്പോൾ ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് വിചാരണ. അപ്പോൾ എടോ കൂരായണം, താനല്ലേ ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂരായണം പറയാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കൂരായണം വെച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ആരെക്കുറിച്ചായിരിക്കും ഈ ചോദിക്കാൻ പോകുന്നത്? ആരോടായിരിക്കും? ഒരു ഗസിങ്. ശരിയാണെങ്കിൽ ചെറിയൊരു സമ്മാനമല്ല തരാൻ പോകുന്നത്, കൂരായണം തന്നെ ഇന്ന് എടുത്ത് മാറ്റിയേക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഹാഷ്മിയെ കുറിച്ചായിരിക്കും അല്ലേ? എന്നല്ലേ ഒരു ഗസിങ്ങിലൂടെ സ്മിതയ്ക്ക് അവസരമുണ്ട്. ഇതാരെക്കുറിച്ചായിരിക്കും ഈ പ്രേക്ഷകൻ ചോദിക്കാൻ പോകുന്നത്? എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞോളൂ. ഗോപികൃഷ്ണനെ കുറിച്ച്. ഗോപികൃഷ്ണനായിരിക്കും. അത് ശരി, ഗോപികൃഷ്ണനായിരിക്കും. ഗോപികൃഷ്ണനും താങ്കൾ പറഞ്ഞത് ഹാഷ്മി. അപ്പോൾ ഹാഷ്മിയാണോ ഗോപികൃഷ്ണനാണോ? പ്ലേ. എൻ്റെ പേര് നവാസ്. ഞാനൊരു സ്ഥാപനം നടത്തുകയാണ്. 24-ൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. എനിക്ക് ഒരൊറ്റ ചോദ്യം KR ഗോപികൃഷ്ണനോടാണ്. താങ്കളുടെ അഭിമുഖത്തിന് വരുന്നവരോട് താങ്കൾ നേരെ അവരുമായിട്ട് എന്തെങ്കിലും മുൻകൂട്ടി ധാരണയുണ്ടോ? ഇന്ന ചോദ്യം ചോദിക്കാവൂ, ഇന്ന ചോദ്യം ചോദിക്കരുത് എന്നുള്ള ധാരണയുടെ അഭിമുഖത്തിലോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ അതിന് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് സംശയം. ഗോപി പറയാം. ഇത് അതായത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു ചോദ്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത് സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എസ് കെ, ഞാൻ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കാറില്ല. ഇല്ല, ഒരു അഭിമുഖത്തിന് ഞാൻ ഒരിക്കലും ചോദ്യങ്ങൾ തയ്യാറാക്കി ഇന്ന് വരെ ഒരു അഭിമുഖം നടത്തിയിട്ടില്ല. അല്ല, അത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ലല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുക. പിന്നെ ചില ആളുകൾ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു മന്ത്രി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ PA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊന്ന് അയച്ചു തന്നാൽ അദ്ദേഹത്തിന് പ്രിപ്പയർഡ് ആകാമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അതിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല, പിന്നെ അങ്ങനെ ചോദ്യങ്ങൾ അയച്ച് കൊടുക്കുന്നൊരു ശീലം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, ഒരു ജനറൽ ഐഡിയ തരുമ്പോൾ ഞാൻ ജനറൽ പൊളിറ്റിക്സ്, അതാണ് ജനറൽ ഐഡിയ. അപ്പോൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. പക്ഷേ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് ചോദ്യങ്ങളോട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അണ്ടർസ്റ്റാൻഡിങ് അല്ല, നോട്ട് ദ പോയിന്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഗോപി ചോദ്യങ്ങൾ അദ്ദേഹമായിട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരും കളിക്കുന്ന ഒരു നാടകമാണിതെന്ന്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അല്ലല്ല, ഒന്നാമത് അങ്ങനെ ഒരു നാടകത്തിന് ഒരു സ്കോപ്പും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്തത് KC വേണുഗോപാലിനാണ്. വളരെ സ്നേഹത്തോടു കൂടി തുടങ്ങുകയും അടിച്ചു പിരിയുകയും ഇന്റർവ്യൂവിൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്നേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ഇന്റർവ്യൂ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും ഇല്ല. പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ അറിയാതെ പറഞ്ഞു പോവുകയും അതിനുശേഷം നിരന്തരം വിളിച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്യണം, ഈ ഭാഗം കട്ട് ചെയ്യണം എന്ന് പറയുന്നതുണ്ട്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അവർ അറിയാതെ സ്ലിപ്പ് ഓഫ് ദ ടങ് ഒക്കെ ആണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. ഞാൻ ഒരിക്കലും ടെലികാസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ പിന്നെ നമ്മൾ ഒരു എഡിറ്റിങ്ങും അതിനകത്ത് നടത്തില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും ഇല്ല, നോ അഡ്ജസ്റ്റ്മെന്റ്സ്. എനിക്ക് തന്നെ പ്രിപ്പറേഷൻ ഇല്ല, ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറല്ല. ഗോപി ഒരു നല്ല ടെലിവിഷൻ ഇന്റർവ്യൂവർ ആണ് എന്ന് കിട്ടി. 3 തവണ സംസ്ഥാന അവാർഡ്. ഹാഷ്മി കിട്ടിയോ? കണക്കായി പോയി. അപ്പോൾ ഗോപി, എനിക്ക് തോന്നുന്നത് ഈ ഗോപിയുടെ ചോദ്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് തറക്കണമെന്ന് കരുതി വ്യക്തിപരമാകാറുണ്ടോ ചോദ്യങ്ങൾ? ഇല്ല, 3 അല്ല 7 തവണയാണ് കിട്ടിയത്. 7 കിട്ടി. അവാർഡ് ഗോപിയുടെ പേരിലാക്കാൻ പോവാ സർക്കാർ. KR ഗോപികൃഷ്ണൻ സമയത്ത് ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് എൻകൗണ്ടറിന്. അപ്പം ഗോപിചാന്റെ അടുത്തേലും ഗോപിചാൻ ഇന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഈ നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവമില്ലേ, അതാണ്. ഞാൻ എപ്പോഴും അത് പറയും ഗോപിചേട്ടൻ്റെ അടുത്ത്. ഇപ്പം പ്രഞ്ചേട്ടനും അറിയായിരിക്കും, നമ്മൾ എൻകൗണ്ടർ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്കൊന്നും അറിയില്ല. ഈ ഗോപികൃഷ്ണന്റെ പ്രായം എത്രയാ? അല്ലെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. വേറെ ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എന്തുവാടാ പ്രശ്നം ഇന്ന് ടോപ്പിക്ക്? എന്നൊരു നമ്പർ ഉണ്ടല്ലേ? പിന്നെ വേറൊരു ചോദ്യമുണ്ട്. വിജയ ക്യാൻറ്റീനിൽ എന്നാ കഴിക്കാൻ? നമ്മൾ ഇതിന്റെ അവസാനം പുള്ളിക്കാരൻ എൻകൗണ്ടർ കയറുന്നതിന് മുമ്പ് നന്നായി ആമാശയം പെരുപ്പിച്ചു. അല്ല, അത് മാത്രമല്ല, നമ്മുടെ അടുത്തൊരു ആര്യാസ് ഉണ്ട്. അപ്പൊ ആ സമയം അടുക്കുമ്പോഴേക്കും ഗോപിചേട്ടൻ ഇപ്പൊ ഞാൻ ഗോപിചേട്ടൻ ഇതെന്താ ചെയ്യാ, ഇപ്പൊ എനിക്ക് ആര്യാസിൽ പോയി നല്ലൊരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. ഞാൻ അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് കയറാറില്ല.